വന്നിരിക്കുന്നത് നമ്മുടെ മലയാളീസിന് ഏറ്റവും പ്രിയപ്പെട്ട കപ്പ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന കല്യാണത്തലേന്നൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ലേ നാടൻ രുചിയിലുള്ള കപ്പ ബിരിയാണി, ആ സെയിം കപ്പ ബിരിയാണിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കപ്പ ബിരിയാണിക്കായിട്ട് ഞാൻ 1 കിലോ എല്ലോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളും എല്ലോട് കൂടിയ ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. കപ്പ ബിരിയാണിക്ക് ഏറ്റവും ടേസ്റ്റ് അതാണ്. പിന്നെ ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കനിലും ഈ സെയിം മസാലയിൽ ചിക്കനും ഇട്ട് നമുക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. എല്ലോട് കൂടിയ ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതും പിന്നെ 1 സവോളയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും. ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരടപ്പിൻ്റെ പകുതിയോളം വിനാഗിരി, ഈ എല്ലൊക്കെ പെട്ടെന്ന് വേവാനും സോഫ്റ്റ് ആവാനും വേണ്ടി. പിന്നെ അതിനുശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരടപ്പിൻ്റെ പകുതി ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബീഫ് മസാല എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ബീഫിൽ നിന്ന് ഒത്തിരി വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. ഇതിങ്ങനെ തന്നെ ഞാൻ പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ഞാൻ നോർമലി ഉപയോഗിക്കുന്ന ബീഫ് ആയതുകൊണ്ട് 8 വിസിൽ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ വേവ് വരുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ചൂടായ പാനിലേക്ക് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്, പിന്നെ അതിന് ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മുടെ തേങ്ങ ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, എന്നിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വറുത്ത തേങ്ങ മാറ്റിന് ശേഷം ഞാൻ കപ്പ വേവിക്കാൻ വെച്ചു കേട്ടോ. ഞാൻ ഫ്രോസൺ കപ്പയാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 3 കപ്പ്, അതായത് കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കി വേവിക്കാൻ വെക്കാം. ഞാൻ തിള വരുമ്പോഴാണ് ഉപ്പിടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം ഇടണമെങ്കിൽ ഇപ്പം ഇടാം, ഞാൻ പക്ഷെ തിള വരുമ്പോൾ ഈ സമയം നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഇതിൽ ആവശ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു കഷ്ണം എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ, വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് 8 വിസിലായിരുന്നു വേണ്ടി വന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ എല്ലാം ബീഫിനനുസരിച്ച് നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. ഇനി നമുക്ക് ബീഫിൻ്റെ മസാല റെഡിയാക്കാം. അത് ഞാനൊരു പാൻ എടുത്തിട്ട് ഈ പാനിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണയിലാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഞാനൊരു 2-3 പച്ചമുളക് കീറിയതും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റി. അതിനുശേഷം ഞാൻ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി. അതൊന്ന് വഴണ്ട് വരുമ്പോഴാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇടയ്ക്ക് കപ്പയൊക്കെ നോക്കണം കേട്ടോ. ഇപ്പം തിളച്ച് വന്നപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂണോളം ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി, ഇതിൻ്റെ ഒന്നും അളവ് ഞാൻ പറയാത്ത നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ഇടാം കേട്ടോ. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ എന്നിട്ട് പച്ചമണം മാറുന്നിടം വരെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇടുക. തിളച്ച വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തിളച്ച വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞ് ഇത് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിയുന്ന ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പാകം. ഞാൻ വേവിച്ച മുഴുവൻ ബീഫ് എടുത്തിട്ടില്ല കേട്ടോ. ഇപ്പം എൻ്റെ ആവശ്യത്തിന് മാത്രം ഞാൻ കുറച്ച് ബീഫ് എടുത്ത് ഈ മസാലയോട്ട് ഇടുന്നതേ ഉള്ളൂ.
നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഊറ്റാൻ പോവുകയാണ്. ഊറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം വേണം നമ്മുടെ ആ ബീഫിൻ്റെ മസാലയിലോട്ട് ഈ കപ്പയും കൂടെ ആഡ് ചെയ്യാനായിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഈ സമയത്താണ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുരുമുളകും തേങ്ങയും കൂടെ വറുത്തിട്ടില്ലേ, അത് ഈ സമയത്താണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യുക. നിങ്ങൾ മാക്സിമം കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇളക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ കുറച്ച് ചെറുതായിരുന്നു, പക്ഷെ എൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു ഇളക്കി കൊടുക്കാൻ. ലാസ്റ്റിൽ ഞാൻ കുറച്ച് തേങ്ങ വറുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടായ പാനിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം ഞാൻ കുഞ്ഞതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കടുക്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കടുക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് ഇത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണിയിലോട്ട് താളിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ നാടൻ രുചിയിലുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം എല്ലാവർക്കും ബൈ. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായുടലുണരുന്നു, ഉയിരുണരുന്നു. വിരലുകൾ കോർക്കാൻ മൃദുമൊഴി കേൾക്കാനായുടലുണരുന്നു, ഉയിരുണരുന്നു. ദൂരെ ചില്ലയിൽ കൂടാൻ പോന്നൊരാ പക്ഷികൾ ഓർക്കുക.